ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും വചനധ്യാനത്തിനായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം യെശയ്യാ പ്രവചനം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി മീഖാ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. മീഖായ്ക്ക് ഉണ്ടായതും അവൻ ശമര്യയെയും യെരൂശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ ഭരണകാലത്ത് യഹൂദായിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു മീഖ. യെശയ്യാവിൻ്റെയും ഹോശേയായുടെയും സമകാലികനും ആയിരുന്നു മീഖ പ്രവാചകൻ. യഹോവയെ പോലെയുള്ളവൻ എന്നാണ് മീഖ എന്ന പേരിൻ്റെ അർത്ഥം. യെരൂശലേമിൽ നിന്ന് ഏകദേശം 25 മൈൽ തെക്ക് മാറി സ്ഥിതി ചെയ്തിരുന്നതും ഫെലിസ്ത്യ നഗരമായ ഗത്തിനോട് അടുത്തുള്ളതുമായ മോരേശത്ത് ആയിരുന്നു മീഖായുടെ ജന്മദേശം. പ്രവാചകനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ മീഖ എന്ന പേര് ധാരാളം പേർക്ക് ഉണ്ടായിരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇസ്രായേൽ യഹൂദായിൽ നിലനിന്നിരുന്ന സാമൂഹികവും ധാർമ്മികവുമായ അധഃപതനമായിരുന്നു മീഖ പ്രവാചകന്റെ മുഖ്യ വിഷയം. ഈ പ്രഭാതത്തിൽ മീഖ പ്രവാചകനെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, കർഷക സമൂഹത്തോട് താതാത്മ്യപ്പെടുന്ന പ്രവാചകൻ. കർഷകരുടെയും ഇടയന്മാരുടെയും സുഹൃത്തായിരുന്ന മീഖ അവരുടെ നേതാവായിട്ടാണ് ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. മലനാട്ടിലെ കർഷകരുടെ അവശതകളും ജന്മികളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടിയിരുന്ന ബുദ്ധിമുട്ടുകളും പ്രവാചകനെ രോഷാകുലനാക്കുന്നു. ജന്മികളായ പണക്കാരോടും സമ്പത്ത് ധൂർത്തടിക്കുന്ന പട്ടണവാസികളോടും താതാത്മ്യപ്പെടാൻ മണ്ണിൻ്റെ മക്കളോട് ഏകീഭവിച്ച പ്രവാചകന് സാധ്യമല്ലായിരുന്നു. അതിനാൽ തന്നെ തലസ്ഥാന നഗരികളായ ശമര്യയും യെരൂശലേമും നാശത്തിൻ്റെ ഫലം കൊയ്യുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. അതിലൂടെ ദൈവിക നഗരമായ യെരൂശലേമിന് നാശം സംഭവിക്കുകയില്ലെന്ന് കണ്ണുമടച്ചു വിശ്വസിച്ചിരുന്ന മതത്തിൻ്റെ മേലധികാരികളെ ഒന്നുകൂടൊന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിൽ ആയിരുന്നു. അങ്ങനെ സാധാരണക്കാരോട് ചേർന്ന് നിന്ന് അവർക്ക് നീതി ലഭിക്കുവാൻ പ്രവാചകൻ ഏറ്റവും അധികം താല്പര്യപ്പെടുന്നു. സമൂഹത്തിലെ സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ, അനീതികൾ തുടങ്ങിയവയ്ക്കെതിരെയും പ്രവാചകൻ ശബ്ദമുയർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട്, യാഗകർമാദികളെക്കാൾ സ്വഭാവ ശ്രേഷ്ഠതയോട് താതാത്മ്യപ്പെടുന്ന പ്രവാചകൻ. യാഗകർമാദികൾ കൊണ്ട് ദൈവപ്രസാദം വിലയ്ക്ക് വാങ്ങാമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരോട് യഥാർത്ഥ ദൈവിക ബോധത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ് മീഖ പ്രവാചകൻ ചെയ്യുന്നത്. നീതി, സ്നേഹം, വിനയം ഇവയാണ് ദൈവം മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതിനാൽ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ന്. ദൈവവിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ആരാധനയുടെ ആഴമേറിയ അനുഭവത്തിൽ കരുപിടിപ്പിക്കുന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ പെരുമാറ്റം. ആരാധനയും ജീവിതവും നീതിപൂർവമായിരിക്കണമെന്ന് ശക്തമായി മീഖ പ്രവാചകൻ പറയുന്നു. അതിനാൽ എക്കാലത്തും ദൈവജനം അനുസരിക്കേണ്ട പ്രമാണങ്ങൾ ഇവയാണ്: ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരർ ആകുക, താഴ്മയോടെ ജീവിക്കുക. അങ്ങനെയെങ്കിൽ മീഖ പ്രവാചകൻ ഇന്ന് നമ്മോടും ചോദിക്കുന്നു, ഈ അടിസ്ഥാന പ്രമാണങ്ങൾ നാം പിന്തുടരാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരർ ആയിരിക്കുവാനും താഴ്മയോടെ ജീവിക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.